ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മാലിന്യ നിക്ഷേപം ഇന്ന് എവിടെയും ഒരു വെല്ലുവിളിയാണ്. അലസമായി പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുന്ന മാലിന്യങ്ങളും അതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരെ നിരവധി ബോധവൽക്കരണ പരിപാടികൾ നടത്തിയെങ്കിലും മലയാളികളുടെ മനസ്സുമാറ്റാൻ അവയ്ക്കൊന്നും സാധിച്ചില്ല. അവസാനം ഇതാ മാവേലി തന്നെ പാതാളത്തിൽ നിന്ന് എത്തിയിരിക്കുന്നു ജനങ്ങളെ ബോധവൽക്കരിക്കാൻ. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. തലശ്ശേരി കതിരൂർ മനോജ് വധക്കേസ് അന്വേഷണ സംഘം വിപുലീകരിക്കുമെന്ന് അന്വേഷണ സംഘത്തലവൻ ADGP അനന്തകൃഷ്ണൻ. അധ്യാപക ദിനത്തിലെ മോഡിയുടെ പ്രസംഗം ബഹിഷ്കരിക്കണമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയ്. സ്കൂളുകളിൽ കേൾപ്പിക്കണമെന്ന് കർശന നിർദ്ദേശം വെച്ച പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ നീക്കം ചെയ്യണമെന്നും ജോയ്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗം കുറയ്ക്കാൻ ബോധവൽക്കരണവുമായി ശുചിത്വ മിഷന്റെ മാവേലി യാത്രയ്ക്ക് ജില്ലയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. തലശ്ശേരി കതിരൂർ മനോജ് വധക്കേസ് അന്വേഷണ സംഘം വിപുലീകരിക്കുമെന്ന് അന്വേഷണ സംഘത്തലവൻ ADGP S അനന്തകൃഷ്ണൻ. ഉത്തരമേഖല ADGP N ശങ്കർ റെഡ്ഡിയുമായി കേസ് സംബന്ധിച്ച് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 4 DYSPമാരെ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തലശ്ശേരിയിൽ പ്രത്യേക ക്യാമ്പ് ഓഫീസ് തുറക്കുമെന്നും ഈ ഓഫീസ് കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണമെന്നും ADGP S അനന്തകൃഷ്ണൻ കോഴിക്കോട്ട് പറഞ്ഞു. ഞാൻ കണ്ണൂർ പോകും. സംഭവ സ്ഥലത്ത് പോകും. ഇപ്പൊ ഞങ്ങൾ 4-5 പേരാ. പിന്നെ ബാക്കി ആവശ്യം അനുസരിച്ച്, കാരണം അങ്ങനെ ഓരോ സ്ഥലത്തെയും റിക്വയർമെന്റ് അനുസരിച്ച് എടുക്കാവുന്ന. ശരി. പ്രധാനമന്ത്രി അധ്യാപക ദിനത്തിൽ നടത്തുന്ന പ്രസംഗം കേരളത്തിൽ ബഹിഷ്കരിക്കണമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയ്. RSSന്റെ കാവ്യവൽക്കരണത്തിന് ചൂട്ടുപിടിക്കുന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ തൽസ്ഥാനത്തു നിന്നും മാറ്റണമെന്നും VS ജോയ് കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അധ്യാപക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം കേരളത്തിലെ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം പാഠശാലകളിൽ രാഷ്ട്രീയ ഏകാധിപത്യം നടപ്പാക്കാനുള്ള നടപടിയുടെ ഭാഗമാണെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയ് പറഞ്ഞു. അധ്യാപക ദിനത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളിൽ നിർബന്ധിക്കപ്പെടുന്ന പ്രസംഗം ബഹിഷ്കരിക്കണമെന്നും VS ജോയ് പറഞ്ഞു. ഏത് വിധേനയും പ്രസംഗം കേൾപ്പിക്കണമെന്ന നിർദ്ദേശമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് AEOമാർക്കും DEOമാർക്കും നൽകിയിരിക്കുന്നത്. RSSന്റെ കാവ്യവൽക്കരണത്തിന് ചൂട്ടുപിടിക്കുന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ തൽസ്ഥാനത്ത് നിന്നും മാറ്റണമെന്നും VS ജോയ് ആവശ്യപ്പെട്ടു. മോദിയുടെ പ്രസംഗം വിദ്യാലയങ്ങളിൽ കേൾപ്പിക്കേണ്ട എന്ന ഉറച്ച തീരുമാനമെടുക്കാൻ സർക്കാർ തയ്യാറാകണം. ബംഗാൾ ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റും എടുത്തതുപോലെ ഈ പ്രസംഗം കേൾപ്പിക്കേണ്ടതില്ല എന്ന ഉറച്ച തീരുമാനം ഗവൺമെന്റ് കൈക്കൊള്ളണം. ഒഴുക്കൻ മട്ടിലുള്ള ഒരു തീരുമാനത്തിലൂടെ ഇവരിൽ നിന്നും വഴുതി മാറാൻ. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിച്ച് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന നിലപാടിൽ നിന്നും SFI പിന്തിരിയണം. ക്യാമ്പസുകൾ അക്രമത്തിലൂടെ പിടിച്ചടക്കാനുള്ള SFIയുടെ ശ്രമങ്ങളെ നേരിടും. സർവകലാശാല വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള മാനദണ്ഡം അക്കാഡമിക് ആയിരിക്കണമെന്നും സംഘടനാപരമായിരിക്കരുതെന്നും ജോയ് കൂട്ടിച്ചേർത്തു. VCA മാറ്റിയാണെങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണം. VCM അബ്ദുൾ സലാം തന്റെ പ്രവർത്തന ശൈലികൾ മാറ്റേണ്ടതുണ്ടെന്നും VS ജോയ് അഭിപ്രായപ്പെട്ടു. തിരുവോണം എത്തുന്നതിന് മുൻപ് തന്നെ കൊതിയൂറുന്ന ഉപ്പേരികൾ വിപണിയിൽ കൈയടക്കി. മലയാളികളുടെ ഓണസദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമായതിനാൽ അത്തം മുതൽക്കു തന്നെ കടകളിൽ ഉപ്പേരികളെ തേടി ആവശ്യക്കാർ എത്തിയിട്ടുണ്ട്. വില അല്പം പൊള്ളുമെങ്കിലും കച്ചവടക്കാർ പറയുന്ന വിലയ്ക്ക് ഉപ്പേരി വാങ്ങി ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ.
ഓണം വന്നെത്തിയതോടെ വിപണിയെ ആദ്യം കൈയടക്കിയിരിക്കുന്നത് വറുത്തുപ്പേരിയും ശർക്കര ഉപ്പേരിയുമാണ്. സദ്യ വിളമ്പുമ്പോൾ ആദ്യം കൈനീളുന്നത് ഇവയ്ക്കരികിലേക്കായതിനാൽ ആവശ്യക്കാരും വിപണിയിൽ സജീവം. വില അല്പം കഴിക്കുന്നുണ്ടെങ്കിലും വറുത്തുപ്പേരിയും ശർക്കര ഉപ്പേരിയും ഇല്ലാതെ ഓണസദ്യയെക്കുറിച്ചോർക്കാൻ മലയാളികൾക്കാവില്ല. അതിനാൽ പറയുന്ന വിലയ്ക്ക് ഉപ്പേരി വാങ്ങിക്കും. 250 രൂപ മുതൽ 360 വരെയാണ് ഉപ്പേരിക്ക് വില. വറുത്തക്കായ്ക്ക് 300 മുതൽ 360 രൂപയാണ് വില. പഴുത്തക്കായ വറുത്തതാണെങ്കിൽ 340 മുതൽ 400 രൂപ വരെ വില വരും. വറുത്തുപ്പേരിക്കും ശർക്കര ഉപ്പേരിക്കും ഒരേ വില തന്നെയാണ് പല കടകളിലും ഈടാക്കുന്നത്. കായയുടെ വില വർധനവാണ് ഉപ്പേരിക്ക് വില വർദ്ധിക്കാനുള്ള പ്രധാന കാരണം. കൂടാതെ വെളിച്ചെണ്ണയുടെയും ചകിരിയുടെ വർദ്ധിച്ച വിലയെല്ലാം ഉപ്പേരിയെ പൊള്ളിക്കുന്നു. എങ്കിലും അത്തം മുതൽക്കു തന്നെ ഉപ്പേരി വാങ്ങിക്കാൻ ആളുകൾ എത്തുന്നുണ്ടെന്ന് തളി റോഡിലെ ശാസ്ത ചിപ്സ് ആൻഡ് ഹൽവ ബേക്കറി ഉടമ പ്രദീപൻ പറയുന്നു. ഒന്നാമത് എല്ലാ സാധനത്തിനും വെളിച്ചെണ്ണ 200 രൂപകളായില്ലേ, 150 151 ആയിട്ടാണ് ഇപ്പൊ റേഞ്ച് പോണായി. പിന്നെ ചിലവര് വേണ്ടാന്ന് അറിഞ്ഞു പോകും, ചിലവര് വാങ്ങിക്കും. അധികം വാങ്ങിക്കാറുണ്ട്, ആരും ഒഴിവാക്കലൊന്നുമില്ല. ഈ ഓണം എന്ന് പറഞ്ഞാൽ എന്തായാലും എല്ലാവർക്കും നല്ലൊരു പൈസ കിട്ടുന്ന ഒരു സമയമാണല്ലോ, ബോണസ് അഡ്വാൻസ് ഒക്കെ കിട്ടുമ്പോൾ. അതുകൊണ്ട് പിന്നെ എങ്ങനെയാലും കച്ചവടം ഉണ്ടാവും, എങ്ങനെയായാലും ഉണ്ടാവും. നമ്മളും മുതൽ മുടക്ക് കുറെ വേണമെന്ന് മാത്രം. ബേക്കറിയിൽ വാങ്ങുന്നതിനേക്കാൾ അധികവും ഉപ്പേരി ഉണ്ടാക്കുന്നവരോട് നേരിട്ട് വാങ്ങാനാണ് ആവശ്യക്കാർക്ക് താൽപര്യം. അതിനൊരു പ്രധാന കാരണം വേറിട്ട രുചിയും പിന്നെ വിലക്കുറവുമാണ്. 300 രൂപ മുതൽ 320 വരെയാണ് ഇവിടുത്തെ വില. ഓണം അടുക്കുംതോറും വില വർധനവും സർവ്വസാധാരണമായതിനാലും ഉപ്പേരിയില്ലാത്ത ഓണസദ്യ മലയാളികൾക്ക് സാധ്യമല്ലാത്തതിനാലും ഓണത്തലേന്ന് വരെ വറുത്തുപ്പേരിക്കും ശർക്കര ഉപ്പേരിക്കും ആവശ്യക്കാർ എത്തുന്നു എന്നതാണ് ഈ വിപണിയുടെ പ്രത്യേകത. ക്യാമറമാൻ ജഷാദിനൊപ്പം നൈനു. ഓണക്കാലത്തെ മാലിന്യ നിക്ഷേപം കണക്കിലെടുത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ജില്ലാ ശുചിത്വ മിഷന്റെ മാവേലി യാത്രയ്ക്ക് തുടക്കം. യാത്രയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല നിർവഹിച്ചു. ജില്ലയിൽ 20ഓളം സ്ഥലങ്ങളിലാണ് 3 ദിവസങ്ങളിൽ മാവേലി സന്ദർശിക്കുക. ഓണക്കാലത്ത് വൻതോതിലുള്ള മാലിന്യ നിക്ഷേപം കണക്കിലെടുത്ത് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ജില്ലാ ശുചിത്വ മിഷന്റെ മാവേലി യാത്രയ്ക്ക് തുടക്കമായി. യാത്രയുടെ ജില്ലാതല ഉദ്ഘാടനം കലക്ടറേറ്റ് പരിസരത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല നിർവഹിച്ചു. പ്ലാസ്റ്റിക് വിരുദ്ധ സന്ദേശങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ശുചിത്വ മിഷന് സാധിക്കുമെന്നും മാവേലി യാത്രയുടെ സന്ദേശത്തെ ഉൾക്കൊള്ളാൻ ജനങ്ങൾക്ക് സാധിക്കണമെന്നും അവർ പറഞ്ഞു. അലങ്കരിച്ച വാഹനത്തിൽ വിവിധ കേന്ദ്രങ്ങളിലെത്തുന്ന മാവേലിയും പരിവാരങ്ങളും ജനങ്ങളുമായി സംവദിക്കും. പ്ലാസ്റ്റിക് ദുരുപയോഗം, മാലിന്യം വലിച്ചെറിഞ്ഞാലുണ്ടാവുന്ന ദൂഷ്യഫലങ്ങൾ, പ്ലാസ്റ്റിക് കത്തിക്കുന്നതിലെ അപകടം, പകരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൽ തുടങ്ങിയ പ്രഭാഷണങ്ങൾ, ക്വിസ് മത്സരങ്ങൾ എന്നിവയും യാത്രയുടെ ഭാഗമായി നടക്കും. മത്സര വിജയികൾക്ക് തുണിസഞ്ചിയാണ് സമ്മാനമായി ലഭിക്കുക. കോഴിക്കോട് നഗരം, ഫറോക്ക്, രാമനാട്ടുകര, മെഡിക്കൽ കോളേജ്, കുന്നമംഗലം, താമരശ്ശേരി, നരിക്കുനി, ബാലുശ്ശേരി, ഉള്ളിയേരി, അത്തോളി, കൊയിലാണ്ടി, വടകര, പയ്യോളി, തോടന്നൂർ, നാദാപുരം, കല്ലാച്ചി, കുറ്റ്യാടി, മേപ്പയ്യൂർ, പേരാമ്പ്ര എന്നിവിടങ്ങളിലാണ് 3 ദിവസങ്ങളിൽ മാവേലി സന്ദർശിക്കുക. ഉദ്ഘാടന ചടങ്ങിൽ കലക്ടർ CA ലത അധ്യക്ഷം വഹിച്ചു. ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ K രാധാകൃഷ്ണൻ, ADM P അബ്ബാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ബാങ്ക് അപ്രൈസർമാരുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് A പ്രദീപ് കുമാർ MLA. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് ബാങ്ക് അപ്രൈസേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സ്റ്റേറ്റ് ബാങ്ക് അപ്രൈസേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ ഗോൾഡ് അപ്രൈസർമാരെ ഫീൽഡർ കാറ്റഗറി റൂൾ ഭേദഗതി ചെയ്ത് സ്ഥിരപ്പെടുത്തുന്നവരുടെ മിനിമം വേതനം 15,000 രൂപയാക്കുക, അപ്രൈസർമാരുടെ സേവന വേതന വ്യവസ്ഥകൾ ഏകീകരിക്കുക, ക്ഷേമനിധിയും PF-ഉം അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ. A പ്രദീപ് കുമാർ MLA സമരം ഉദ്ഘാടനം ചെയ്തു. അപ്രൈസർമാരുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. വളരെയധികം ഉത്തരവാദിത്തമുള്ളതും വലിയ റിസ്ക് ആവശ്യമുള്ളതുമായിട്ടുള്ള ഒരു ജോലിയാണ് അപ്രൈസർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള പരിഗണന നിലവിലുള്ള ശമ്പള വ്യവസ്ഥകളിലൊന്നും തന്നെ ഇല്ല. വർഷങ്ങളായി ജോലി ചെയ്തിട്ടും മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളിലും കുറെ വർഷങ്ങൾ ജോലി ചെയ്യുന്നവർക്ക് നൽകുന്ന പരിഗണനയോ ജോലിസ്ഥിരതയോ ഉറപ്പാക്കുന്നതിനുള്ള നടപടിയും നമ്മുടെ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. സംഘടനാ സംസ്ഥാന സെക്രട്ടറി VP വിനോദൻ, ജില്ലാ പ്രസിഡന്റ് M സദാനന്ദൻ, TK രാമചന്ദ്രൻ, അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു.
അനേകം തൊഴിലാളികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ബാർ നിരോധനം പിൻവലിക്കുകയോ തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുകയോ ചെയ്യണമെന്ന് ബാർ ഹോട്ടൽ തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. മദ്യനിരോധനത്തിന് തങ്ങൾ എതിരല്ലെന്നും രാഷ്ട്രീയ നാടകങ്ങൾക്കും ചേരിപ്പോരിനും ബാർ തൊഴിലാളികളെ ബലിയാടുകളാക്കരുതെന്നും ബാർ തൊഴിലാളികൾ പറഞ്ഞു. അടച്ചുപൂട്ടിയ 418 ബാർ ഹോട്ടലിലെയും സെപ്റ്റംബർ 12-ാം തീയതി അടയ്ക്കാൻ പോകുന്ന 312 ബാർ ഹോട്ടലുകളിലെയും തൊഴിലാളികളുടെയും കുടുംബങ്ങളുടെയും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അധികാരികൾ കാണണം. ഇത്രയും തൊഴിലാളികളെയും കുടുംബങ്ങളെയും പട്ടിണിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ബാർ നിരോധനം നടപ്പിലാക്കിയത് ക്രൂരതയാണ്. തൊഴിലാളികളുടെ പുനരധിവാസ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടിട്ട് മതിയായിരുന്നു ഈ ബാർ അടച്ചുപൂട്ടലെന്നും ബാർ തൊഴിലാളികൾ പറഞ്ഞു. ഇത് ഒരു മുന്നറിയിപ്പില്ലാതെ കുറെ തൊഴിലാളികളുടെ ചോറിൽ മണ്ണിട്ട് അവരെ കഷ്ടപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ നാടകമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. വൃദ്ധ മാതാപിതാക്കളെയും കുട്ടികളെയും സംരക്ഷിക്കേണ്ട ചുമതലയും ഈ ജോലി കൊണ്ട് തള്ളി നീക്കിയിരുന്ന അനേകം പാവപ്പെട്ട സ്ത്രീ തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. ഈ ജില്ലയിൽ തൊഴിൽ നഷ്ടപ്പെട്ട ഒരു ബാർ തൊഴിലാളി ആത്മഹത്യ ചെയ്തു. ഇനിയും അനേകം പേരെ ആത്മഹത്യ പ്രേരണയിലേക്ക് തള്ളിവിടുന്ന ബാർ നിരോധനം ഒന്നുകിൽ പിൻവലിക്കണം, അല്ലെങ്കിൽ അടച്ചുപൂട്ടിയ ബാറുകളിലെ തൊഴിലാളികളെയും പൂട്ടാൻ പോകുന്ന ബാർ ഹോട്ടൽ തൊഴിലാളികളെയും പുനരധിവാസം ഉറപ്പാക്കണമെന്നും ബാർ തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. വള്ളംകളിയുടെ താളമില്ലാതെ എന്തോണം, പുലികളിയുടെ ചുവടുകളില്ലാതെ എന്തോണം, കൈകൊട്ടിക്കളിയുടെ ഈണമില്ലാതെ എന്തോണം, പൂക്കളുടെ നിറങ്ങളില്ലാതെ എന്തോണം, കല്യാൺ സിൽക്സ് ഒരുക്കുന്ന വർണ്ണങ്ങളില്ലാതെ എന്തോണം. കല്യാൺ സിൽക്സ്. ഒത്തൊരുമിക്കാൻ ഓണമൊരുക്കാം കല്യാൺ സിൽക്സിനൊപ്പം. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയത്തിൽ. കോട്ടൺ ഖാദി, മസ്ലിൻ ഖാദി, വൂളൻ സിൽക്ക്, സ്പൺ സിൽക്ക്, ഖാദി പോളി വസ്ത്രം, പരവതാനികൾ, ഖാദി റെഡിമെയ്ഡ്, ചെടിച്ചട്ടികൾ, കരകൗശല വസ്തുക്കൾ, തേൻ, സോപ്പ്, എള്ളെണ്ണ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ജൂട്ട് ലെതർ ഉൽപ്പന്നങ്ങൾ, കോലാപ്പുരി ചെരുപ്പുകൾ, ആയുർവേദ സോപ്പുകൾ, മരം, ചൂരൽ, സ്റ്റീൽ ഫർണിച്ചറുകൾ, വീട്ടാവശ്യത്തിനുള്ള മറ്റുപകരണങ്ങൾ, 30% ഗവൺമെന്റ് റിബേറ്റ്. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയത്തിൽ. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. നമുക്കേകും സന്തോഷം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുക, ശമ്പള പരിഷ്കരണം ത്വരിതപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ ധർണ സംഘടിപ്പിച്ചു. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന സമരം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ധർണ സംഘടിപ്പിച്ചു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുക, ശമ്പള പരിഷ്കരണം ത്വരിതപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ധർണ ഉദ്ഘാടനം ചെയ്തു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലെയുള്ള സുപ്രധാനമായ നയപരമായ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം നടപ്പിലാക്കുന്നതിനോ അതിന്റെ ഗുണപരമായ മാറ്റങ്ങൾക്കോ ഒരു കാരണവശാലും ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയനെതിരല്ല. ആ നയപരമായ തീരുമാനത്തിൽ കൂടിയാലോചനകൾ ഇല്ലാതെ പോയി എന്നുള്ളത് അത് നടപ്പിലാക്കുന്ന സന്ദർഭത്തിലുള്ള ഗൌരവതരമായ വീഴ്ചയായി
NGOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ്, അഡ്വക്കേറ്റ് M രാജൻ, ജില്ലാ പ്രസിഡന്റ് K രാജീവ് തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കോഴിക്കോട് ജില്ലാ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ നിർധനരും തൊഴിൽ രഹിതരും കാഴ്ച വൈകല്യമുള്ള അംഗങ്ങൾക്കും ഓണക്കിറ്റും ഓണപ്പുടവയും വിതരണം ചെയ്തു. മേയർ പ്രൊഫസർ AK പ്രേമജം വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കോഴിക്കോട് ജില്ലാ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണപ്പുടവ, ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ജില്ലയിലെ നിർധനരും തൊഴിൽ രഹിതരുമായ കാഴ്ച വൈകല്യമുള്ള അംഗങ്ങൾക്കാണ് ഓണപ്പുടവയും ഓണക്കിറ്റും നൽകിയത്. SK പൊറ്റക്കാട് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മേയർ പ്രൊഫസർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. ജനിച്ച് ഈ ഭൂമിയിലേക്ക് വന്ന സമയത്ത് ആ അവസ്ഥയെ എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷാ നിർഭരമായ ചിന്തയാണ് നമ്മുടെ മനസ്സിൽ ആവശ്യം. ഇതുപോലുള്ള പരിപാടികളെല്ലാം തന്നെ അത്തരം പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് വളരെ സജീവമായി ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു എന്നത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. സാഹിത്യകാരൻ UK കുമാരൻ അധ്യക്ഷനായിരുന്നു. KFP സംസ്ഥാന പ്രസിഡന്റ് CK അബൂബക്കർ, സെക്രട്ടറി E രാഘവൻ, KFP ടീച്ചേഴ്സ് ഫോറം പ്രസിഡന്റ് P ഉണ്ണികൃഷ്ണൻ, EV ഈസക്കോയ, K നാരായണൻ, V സത്യൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ 5 മുതൽ 11 വരെ നഗരത്തിലെ 15 വേദികളിലായി നടക്കും. സെപ്റ്റംബർ 6 ബീച്ച് ഓപ്പൺ സ്റ്റേജിൽ പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് കളക്ടർ CA ലത പറഞ്ഞു. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നടക്കുന്ന സെലിബ്രിറ്റി ഫുട്ബോൾ മത്സരത്തോടെ സെപ്റ്റംബർ 5 ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. 6 വൈകുന്നേരം ബീച്ചിലെ പ്രധാന വേദിയിൽ പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ CA ലത പറഞ്ഞു. മുംബൈയിലെ ജോനിറ്റ ഗാന്ധിയും സംഘവും ഒരുക്കുന്ന ബോളിവുഡ് മസ്ത, ബാംഗ്ലൂർ സംഘം ഒരുക്കുന്ന ലഗോരി, DJ ശേഖർ ആൻഡ് ഗിന്നസ് ടീം മെഗാ ഷോ എന്നിവയും ഗാനമേളകളും ഗസലും വിവിധ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളും ചൈനീസ് താരങ്ങൾ പങ്കെടുക്കുന്ന കൈറ്റ് ഫെസ്റ്റിവലും ഇത്തവണത്തെ ഓണാഘോഷത്തിന്റെ പ്രത്യേകതകളായിരിക്കും. കോഴിക്കോട്ടെ 15 വേദികൾക്ക് പുറമെ കൊയിലാണ്ടിയിലും വടകരയിലും ഇത്തവണ ഓണാഘോഷം ഒരുക്കുന്നുണ്ട്. കലാമണ്ഡലം സത്യവ്രതനും സംഘവും ഒരുക്കുന്ന ഓണപ്പൂവിളി, ചെന്നൈ ഭാർഗവി പിള്ളയും സംഘവും ഒരുക്കുന്ന ഗാനമേള, തഞ്ചാവൂർ സൌത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ നാടോടി കലോത്സവം, സുരരഞ്ജിനിയുടെ ഗാനമേള തുടങ്ങിയവയും അരങ്ങേറും. കൂടാതെ സാമൂതിരി ഹാളിൽ സംഗീത പരിപാടികളും മാനാഞ്ചിറ മൈതാനത്ത് നാടൻ കലാരൂപങ്ങളും ടൌൺ ഹാളിൽ നാടകോത്സവങ്ങളും ഉണ്ടാകും. പ്രശസ്തരായ കലാകാരന്മാർ ഇത്തവണ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. DTPCയുടെ വെബ്സൈറ്റ് പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ഹോം ഷോപ്പ് പദ്ധതിയുടെ വാർഷികാഘോഷവും ഓണാഘോഷവും ടാഗോർ സെന്റനറി ഹാളിൽ സംഘടിപ്പിച്ചു. അത്തപ്പൂമഴ എന്ന പേരിലൊരുക്കിയ ആഘോഷ പരിപാടികൾ മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ കുടുംബശ്രീ കമ്മ്യൂണിറ്റി മാർക്കറ്റിംഗ് പദ്ധതിയായ ഹോം ഷോപ്പിന്റെ വാർഷികാഘോഷവും ഓണാഘോഷവുമായ അത്തപ്പൂമഴ ടാഗോർ സെന്റിനറി ഹാളിലാണ് സംഘടിപ്പിച്ചത്. മേയർ പ്രൊഫസർ AK പ്രേമജം പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് സാധാരണ പൊതുവേദികളിൽ വരാൻ സാധ്യതയില്ലാത്ത സ്ത്രീകൾ അവരെത്രമാത്രം ഉയരങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞെന്ന് വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും പിന്നിട്ട വഴികൾ മറക്കാതെ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ആശംസിക്കാനുള്ളത്. ജില്ലാ മിഷൻ കോർഡിനേറ്റർ KK മുഹമ്മദ് ഫൈസൽ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ സ്കൂട്ടറുകളുടെ താക്കോൽദാനം കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു. തുടർന്ന് ഓണക്കോടി വിതരണം, പുരസ്കാര വിതരണങ്ങൾ, സ്കോളർഷിപ്പ് വിതരണം, പെൻഷൻ കാർഡ് വിതരണം എന്നിവയും നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ കാവിൽ P മാധവൻ, കുടുംബശ്രീ ഗവേണിംഗ് ബോഡി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, റംസി ഇസ്മായിൽ, PK അസീസ് മാസ്റ്റർ, KM അബ്ദുൾ നിസാർ, PP ഷീജ വിനോദ്, ബീന തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് HSOമാരുടെ കലാപരിപാടികളും ഓണസദ്യയും നടന്നു.
താമരശ്ശേരി ചുരം റോഡിൽ പാറ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. 9ാം വളവിനും വ്യൂ പോയിന്റിനും ഇടയിലായാണ് വൻ പാറക്കഷ്ണം വീണത്. ചുരത്തിനു മുകളിലെ കുന്നിൽ നിന്ന് ഇളകി വന്ന പാറ റോഡിലേക്ക് വീഴുകയായിരുന്നു. വാഹനങ്ങൾ കുറവായ സമയമായതിനാൽ വൻ അപകടം ഒഴിവായി. താമരശ്ശേരി ചുരത്തിലെ 9ാം വളവിലെ വ്യൂ പോയിന്റിന് സമീപമാണ് റോഡിൽ കൂറ്റൻ പാറകൾ ഉരുണ്ട് വീണ് ഗതാഗതം മുടങ്ങിയത്. 500 അടി മുകളിൽ നിന്നും കൂറ്റൻ പാറകൾ ഉരുണ്ട് വലിയ മരത്തിന്റെ മുകളിൽ വീണ് അവയും പാറയും കൂടി നടു റോഡിലേക്ക് വീഴുകയായിരുന്നു. റോഡ് ഭാഗികമായി തകർന്നു. 3 കൂറ്റൻ പാറകളാണ് റോഡിൽ വഴിമുടക്കിയായി കിടക്കുന്നത്. ഏറെ സമയം ഗതാഗതം തടസ്സപ്പെട്ടു. താമരശ്ശേരി ട്രാഫിക് SI ശ്രീധരന്റെ നേതൃത്വത്തിൽ മണ്ണുമാന്തി യന്ത്രമെത്തിച്ച് റോഡിൽ വീണ് കിടക്കുന്ന പാറ എടുത്തുമാറ്റാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പിന്നീട് ഒരു ഭാഗത്തു കൂടി കഷ്ടിച്ച് വാഹനങ്ങൾ കടന്നു പോകുന്ന രീതിയിൽ കല്ല് നീക്കിയിടുകയായിരുന്നു. ഇതേ തുടർന്നാണ് രോഗികളുമായി എത്തിയ ആംബുലൻസിനും മറ്റും വൺ വേ അടിസ്ഥാനത്തിൽ കടന്നുപോകുവാൻ കഴിഞ്ഞത്. ഹർത്താൽ ദിനത്തിൽ വാഹനമൊന്നും ഓടാത്ത സാഹചര്യത്തിൽ വീണ് കിടക്കുന്ന കൂറ്റൻ കരിങ്കല്ലുകൾ രാവിലെ തന്നെ പൊട്ടിച്ചു നീക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ചുരത്തിന് പ്രത്യേക PWD വിഭാഗമുണ്ടായിട്ടും അവർ ഉച്ചവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. വൈകിട്ട് 6 മണിക്ക് ഹർത്താൽ കഴിഞ്ഞാൽ ചുരം റോഡിൽ വാഹന തിരക്കേറുമെന്നതിനാൽ 3 മണിയോടുകൂടിയാണ് പാറ പൊട്ടിച്ചു തുടങ്ങിയത്. ഡ്രിൽ ചെയ്ത് വെടിമരുന്ന് നിറച്ചാണ് പാറ പൊട്ടിച്ചത്. അപകടം പതിവാവുന്ന ചുരം റോഡിൽ ഗതാഗത തടസ്സമുണ്ടാകുമ്പോഴും അപകടം സംഭവിക്കുമ്പോഴും രംഗത്തെത്താൻ ദ്രുതകർമ്മസേനയുടെ രൂപത്തിൽ സ്ഥിരം സംവിധാനം വേണമെന്ന ആവശ്യത്തിന് ഇന്നും പരിഹാരമായിട്ടില്ല. ചുരത്തിലെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെന്നും യാത്രക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നു. കേരഫെഡിൽ മാനേജിംഗ് ഡയറക്ടർ നടത്തിക്കൊണ്ടിരിക്കുന്ന വൻ സാമ്പത്തിക അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് കേരഫെഡ് സ്റ്റാഫ് യൂണിയൻ പ്രസിഡന്റ് M. മെഹബൂബ് ആവശ്യപ്പെട്ടു. സഹകരണ സ്ഥാപനമായ കേരഫെഡിനെ ഏകാധിപത്യ സ്ഥാപനമാക്കി മാറ്റുകയാണ് MD ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇപ്പോൾ കേരഫെഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന വൻ സാമ്പത്തിക അഴിമതി കേരഫെഡിനെ തകർച്ചയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരഫെഡിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട മാനേജിംഗ് ഡയറക്ടറും ഡയറക്ടർ പ്രൊജക്ട് എന്ന ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഈ അഴിമതി അത്രയും നടത്തുന്നതെന്ന് കേരഫെഡ് സ്റ്റാഫ് യൂണിയൻ പ്രസിഡന്റ് M. മെഹബൂബ് പറഞ്ഞു. ചെയർമാനെ പോലും തെരഞ്ഞെടുക്കാതെ സാഹചര്യം മുതലെടുത്ത് MD ഭരണമെന്ന പേരിൽ നിയമന തട്ടിപ്പ് തുടരുകയാണ്. 3 മുതൽ 6 ലക്ഷം വരെയാണ് നിയമനത്തിന് കോഴയായി പല ജില്ലകളിലും കൈപ്പറ്റുന്നത്. ഈ അവസ്ഥ തുടർന്നാൽ കേരഫെഡിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവനക്കാർക്കും മറ്റു തൊഴിലാളികൾക്കും ജീവനോപാധി ഇല്ലാതാകുമെന്ന അവസ്ഥയിലെത്തുമെന്നും മെഹബൂബ് കൂട്ടിച്ചേർത്തു. ആ കൃഷിഭവനിലൂടെ പച്ചത്തേങ്ങ സംഭരണത്തിന് വേണ്ടി ഏതാണ്ട് 960 ജീവനക്കാരെ പിൻവാതിലൂടെ 3 ലക്ഷം രൂപ മുതൽ 6 ലക്ഷം രൂപ വരെ കോഴ വാങ്ങി നിയമിക്കുകയും ചെയ്തിരിക്കുകയാണ്. MDയുടെയും DPയുടെയും അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നും കേരഫെഡിന്റെ നിലനിൽപ്പിനും ജീവനക്കാരുടെ അവകാശങ്ങൾ അനുവദിച്ച് കിട്ടുന്നതിനും വേണ്ടി പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനും കേരഫെഡ് സ്റ്റാഫ് യൂണിയൻ തീരുമാനിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. കൈരളി ഓണം ഫെയർ 2014 കോഴിക്കോട് തളി ജയ ഓഡിറ്റോറിയത്തിൽ. കൈത്തറി വസ്ത്രങ്ങൾ, കരകൗശല വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, സെമി പ്രഷ്യസ് സ്റ്റോൺ ജ്വല്ലറി, ലെതർ ഉൽപ്പന്നങ്ങൾ, രാമച്ചം ഉൽപ്പന്നങ്ങൾ, 10% ഗവൺമെന്റ് റിബേറ്റ്. കൈരളി ഓണം ഫെയർ 2014 കോഴിക്കോട് തളി ജയ ഓഡിറ്റോറിയത്തിൽ. വാർത്തകൾ തുടരുന്നു. തിരുവണ്ണൂർ ജനകീയ സമിതിയുടെ പച്ചക്കറി ചന്തയും ഓണാഘോഷവും ആരംഭിച്ചു. ജനകീയ സമിതിയുടെ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയിൽ തിരുവണ്ണൂർ ആൽത്തറയിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. ഓണസദ്യയ്ക്ക് വിഭവങ്ങൾ ഒരുക്കാൻ തിരുവണ്ണൂർ ജനകീയ സമിതിയുടെ പച്ചക്കറി ചന്ത ഒരുങ്ങി. തിരുവണ്ണൂർ ആൽത്തറയിൽ വെച്ച് നടക്കുന്ന പച്ചക്കറി ചന്തയും ഓണാഘോഷവും ജനകീയ സമിതിയുടെ ഏരിയയിലുള്ള 10 റെസിഡൻസ് അസോസിയേഷനുകളിലെ അംഗങ്ങളുടെ കൂട്ടായ്മയിലാണ് ആരംഭിച്ചിരിക്കുന്നത്. കോർപ്പറേഷൻ മേയർ AK പ്രേമജം ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ ആയിഷ B പാണ്ഡികശാല, പ്രോഗ്രാം കൺവീനർ രാജരാജേശ്വരി, പ്രസിഡന്റ് K ജനാർദ്ദനൻ, A രാജീവ് തുടങ്ങിയവരും സംബന്ധിച്ചു.
ഓണസമയത്ത് പച്ചക്കറിയുടെ വിലക്കയറ്റത്താൽ പൊറുതിമുട്ടുന്ന ജനങ്ങൾക്ക് പച്ചക്കറി മൊത്തവിലയ്ക്ക് വാങ്ങി കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങളിലെത്തിക്കുക എന്ന സതുദ്ദേശത്തോടെയാണ് പച്ചക്കറി ചന്ത ആരംഭിച്ചിരിക്കുന്നത്. ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളും കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. മൈലാഞ്ചിടൽ മത്സരം, പൂക്കള മത്സരം, ഉറിയടി മത്സരം, കൂടാതെ കവിതാലാപനം, ഷോർട്ട് ഫിലിം പ്രദർശനം, പ്രഭാഷണം തുടങ്ങിയവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. 5-നാണ് പരിപാടി സമാപിക്കുന്നത്. ആധുനിക ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ സംഭാവനകൾ ഈ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. കൊയിലാണ്ടി സഹകരണ ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊയിലാണ്ടി കോപ്പറേറ്റീവ് ആശുപത്രി കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണനും പ്രൊജക്ട് ലോഞ്ചിംഗ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എംപിയും നിർവഹിച്ചു. ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ സഹകരണ മേഖല ആതുര ശുശ്രൂഷ രംഗത്ത് വളരെ മെല്ലെയാണ് കടന്നു വന്നിട്ടുള്ളത്. ഇന്ന് കുറേയധികം സ്ഥാപനങ്ങൾ സഹകരണ മേഖലയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചില സഹകരണ ആശുപത്രികൾ പ്രശസ്തമായ നിലയിലുള്ള ആശുപത്രികളായി വികസിച്ചു വരുന്നുണ്ട്. അത് നമുക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. കെ ദാസൻ MLA ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. വെബ്സൈറ്റ് പ്രകാശനം നഗരസഭാ അധ്യക്ഷ കെ ശാന്തിയും ബ്രോഷർ പ്രകാശനം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രസിഡന്റ് രമേഷ് പാലേരിയും ഓഹരി സമർപ്പണം മലബാർ ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ MP അഹമ്മദും നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രഹാസൻ, നഗരസഭാ വൈസ് ചെയർമാൻ TK ചന്ദ്രൻ, A സുജാത, TV ഗിരിജ, AV അനിൽകുമാർ, U രാജീവൻ, KK മുഹമ്മദ്, വായനാരി വിനോദ്, K ഇബ്രാഹിം, PK ഗോപി, K നാരായണൻ, TKM കോയ, C സത്യചന്ദ്രൻ, AK രാജൻ, ഡോക്ടർ K ഗോപിനാഥൻ, ആശുപത്രി പ്രസിഡന്റ് P വിശ്വൻ, NV ബാലകൃഷ്ണൻ, സെക്രട്ടറി U മധുസൂദനൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കോഴിക്കോട് സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് ടാക്സ് കമ്മീഷണറേറ്റ് ഓഫീസിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ജോയിന്റ് കമ്മീഷണർ ഡോക്ടർ AK സക്സേന ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് സെൻട്രൽ കസ്റ്റംസ് ആൻഡ് എക്സൈസ് ടാക്സ് കമ്മീഷണറേറ്റ് ഓഫീസിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ജോയിന്റ് കമ്മീഷണർ ഡോക്ടർ AK സക്സേന ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പൂക്കളം ഒരുക്കുകയും കലാപരിപാടികളും ഓണസദ്യയും ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. സൂപ്രണ്ടുമാരായ പ്രവീൺ കുമാർ, കൃഷ്ണദാസ്, പ്രസന്നകുമാരി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഹോമിയോ മരുന്നുകൾക്കെതിരായി പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ഓൾ കേരള ഹോമിയോപ്പതിക് ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. നിയമാനുസൃതമായി 12% കൂടുതൽ ആൽക്കഹോൾ അടങ്ങിയ മരുന്നുകൾ 30-100 മില്ലി അളവുകളിൽ മാത്രമാണ് വിൽപ്പന നടത്തുന്നതെന്നും അവർ വ്യക്തമാക്കി. 1945 മുതലുള്ള ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പ്രകാരം ഹോമിയോ മരുന്നുകൾ 450 ml വിൽപ്പന നടത്തുവാൻ നിയമമുണ്ടായിരുന്നു. എന്നാൽ 1994 ഫെബ്രുവരിയിൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമപ്രകാരം 12% കൂടുതൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള ഹോമിയോ മരുന്നുകൾ 30 മില്ലി രോഗികൾക്കും 100 മില്ലി ആശുപത്രികൾക്കും ഡോക്ടർമാർക്കും മാത്രമേ വിൽപ്പന നടത്തുവാൻ അധികാരമുള്ളൂ എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെന്ന് ഓൾ കേരള ഹോമിയോപ്പതിക് ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. 2008 ഫെബ്രുവരി 8 ഈ നിയമം കർശനമായി പ്രാബല്യത്തിൽ വന്നതിനുശേഷം നിയമത്തിൽ പറഞ്ഞ പ്രകാരം 30 ml അല്ലെങ്കിൽ 100 ml മരുന്നുകൾ മാത്രമാണ് കമ്പനികളിൽ നിന്ന് വാങ്ങി വിൽപ്പന നടത്തുന്നത്. സത്യം ഇതായിരിക്കെ കേരളത്തിലെ ചില പത്രങ്ങൾ 1 കുപ്പി മരുന്ന് സമം 3 കുപ്പി ചാരായം എന്ന രൂപത്തിൽ വന്ന വാർത്ത ഹോമിയോ ശാസ്ത്ര മേഖലയെ അവഹേളിക്കുന്നതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ ഈ നിയമത്തെ ധിക്കരിച്ചിട്ടില്ല, നിയമം ഞങ്ങൾ അനുസരിക്കാതിരുന്നിട്ടില്ല. ആ നിയമത്തിൽ കൂടെ തന്നെയാണ് ഞങ്ങൾ മരുന്ന് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അറിയിപ്പുകൾ. മുക്കം കേന്ദ്രീയ ഹിന്ദി പ്രശിക്ഷൺ മഹാവിദ്യാലയത്തിൽ ഹിന്ദി പ്രവേശ്, ഭൂഷൺ, സാഹിത്യാചാര്യ എന്നീ PSC അംഗീകൃത ഹിന്ദി അധ്യാപക കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ 9404999708. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തലശ്ശേരി കതിരൂർ മനോജ് വധക്കേസ് അന്വേഷണ സംഘം വിപുലീകരിക്കുമെന്ന് അന്വേഷണ സംഘത്തലവൻ ADGP അനന്തകൃഷ്ണൻ. അധ്യാപക ദിനത്തിലെ മോഡിയുടെ പ്രസംഗം ബഹിഷ്കരിക്കണമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയ്. സ്കൂളുകളിൽ കേൾപ്പിക്കണമെന്ന് കർശന നിർദ്ദേശം വെച്ച പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ നീക്കം ചെയ്യണമെന്നും ജോയ്.
പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗം കുറയ്ക്കാൻ ബോധവൽക്കരണവുമായി ശുചിത്വ മിഷന്റെ മാവേലി യാത്രയ്ക്ക് ജില്ലയിൽ തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.